ഗുഡ് ഈവനിങ് വ്യൂസ്. ഇന്ന് 13th May ആയി. അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഞാൻ കാണുന്നത് ഈ 24,600 ഇപ്പം 24,746. രാവിലെ നിഫ്റ്റി ഫോൾ ചെയ്തിരുന്നു, അതിനുശേഷം ഇപ്പം കുറച്ച് കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 24,740 ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി കാണുന്നത്. പക്ഷെ ഡോ ഞാൻ കാണുന്നത് കുറച്ച് നെഗറ്റീവില്ല, ഒരു 150 പോയിന്റ് റെഡിലാണ് ഡോ കാണുന്നത്. പക്ഷെ നാളെ ഇപ്പം ഞാൻ നിഫ്റ്റി കാരണം മുകളിലോട്ട് പോകാനാണ് സാധ്യത നിഫ്റ്റി. കാരണം എന്താ വെച്ചാൽ അതിന് കുറച്ച് കാരണങ്ങൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ റിസൾട്ട് ഭാരതി എയർടെലിലൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് നല്ലൊരു നമ്പേഴ്സാണ് കൊണ്ടുവന്നത് ഭാരതി എയർടെൽ. അത് നിഫ്റ്റി സ്റ്റോക്കാണ്. അതുപോലെ ഈ ഇൻഫ്ലേഷൻ, ഇന്ത്യൻ്റെ ഇൻഫ്ലേഷൻ ഇപ്പം വളരെ കുറവാണ്. കഴിഞ്ഞ 6 കൊല്ലത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ റേറ്റ് വളരെ കുറവാണ്. ഫുഡ് പ്രൈസസ് വില കൂടിയിട്ടില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ റേറ്റ് കട്ട് വരാൻ പോകുന്നതിനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നാളെ ഇപ്പം മാർക്കറ്റ് കയറാനുള്ളൊരു സാധ്യത ഈ ലോ ഇൻഫ്ലേഷനാണ്. പിന്നെ എയർടെലിൻ്റെ റിസൾട്ട് വന്നത് നല്ലൊരു റിസൾട്ട് നമ്പേഴ്സാണ് എയർടെലിൻ്റെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എയർടെൽ ഇപ്പം നാളെ ഇപ്പം ഏകദേശം 2,000 രൂപ പോകാൻ സാധ്യതയുണ്ട് എയർടെൽ. അതിൽ എയർടെലിൻ്റെ ഈ പ്രൈസ് ഹൈക്ക് ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് അതിന് പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ്. സോ കമ്പനീൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 110 ബില്യൺ റുപ്പീസാണ്. അത് വേറെ. പിന്നെ പക്ഷേ ഈ നാളെ ഇപ്പോൾ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ് ഇതാണ്. ഒന്ന് ഭാരതി എയർടെൽ, രണ്ടാമത് പിന്നെ ഹീറോ മോട്ടോർ കോപ്പ്. ഈ ഹീറോ മോട്ടോർ കോപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് നന്നായി ചേരുന്നുണ്ട്, പക്ഷേ നാളെ അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അത് ഇനി എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നറിയില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് മോശമാണ്. അതിൻ്റെ വോളിയം ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഈ 2 വീലേഴ്സിനൊക്കെ എക്സോർബിറ്റന്റ് പ്രൈസ്. ഇപ്പോൾ എൻഫീൽഡ് ബൈക്കിൽ നിങ്ങൾ നോക്കുക, 2.5 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ എൻഫീൽഡ് ബൈക്ക് വരുന്നുണ്ട്. 2 ലക്ഷം റുപ്യം കൂടി കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മാരുതിൻ്റെ സ്വിഫ്റ്റ് കാർ മേടിക്കാം. പിന്നെ എൻഫീൽഡ് ബൈക്ക് എന്നാൽ 2 മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്, മോർ യൂട്ടിലിറ്റി കാർ മേടിക്കാനാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു 5 ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ ഈ ഇത്ര ഹൈ പ്രൈസിന് വേസ്റ്റ് ഓഫ് മണി, 2.5 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ഒരു 2 വീലർ മേടിക്കുന്നതിൽ ഇസ് ഓൾമോസ്റ്റ്. കാരണം ഈ 2 വീലേഴ്സ് മേടിക്കുന്ന ആരാണ്? മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ. മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് 2 വീലേഴ്സ് മേടിക്കുന്നത്. അപ്പർ സെഗ്മെന്റിലെ കൂട്ടർ ഈ 2 വീലേഴ്സിനെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ മോട്ടോറിന്റെ പ്രൈസ് ആയി കഴിഞ്ഞാൽ വോളിയം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗെയിൽ എന്നുള്ള കമ്പനി അറിയാം, ഗെയിലിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, എക്സ്പെക്ട് ചെയ്തപോലെ വന്നിട്ടില്ല. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗെയിൽ നമ്മളെ ഈ വീട്ടിലൊക്കെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ഗെയിലാണ്. ഇപ്പൊ ഗ്യാസ് അതോറിറ്റീൻ്റെ ഈ നമ്മുടെ നാട്ടിലെ പാചകവാതകത്തിന് വില കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിഷനും എല്ലാവരും അതൊരു വോട്ട് ബാങ്കാണ്. ഗ്യാസ് സിലിണ്ടർ എന്ന് വെച്ചാൽ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. കാരണം വെച്ചാൽ ഗ്യാസിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊന്നും ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നാളെ ഇപ്പം ഇതിൻ്റെ വലിയൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ പ്രൈസ് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് മാർജിൻ പ്രഷർ കൂടുന്നു, കോസ്റ്റ് പ്രഷർ കൂടുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് കുറയുന്നത്. സോ LPG മാർജിൻസ് ഒരു ഗവൺമെൻറ് റെഗുലേറ്റഡ് പ്രൈസിൽ ഒരു മാർക്കറ്റിംഗ് സമയത്ത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറവായിരിക്കും. അതുപോലെ ഫാർമ സ്റ്റോക്സിൽ പറയാന്ന് വെച്ചാൽ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ നല്ല നമ്പേഴ്സൊക്കെ കൊണ്ടുവരണം. നാളെ അത് വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ നാളെ ഇപ്പോൾ നിഫ്റ്റി സ്റ്റോക്കിൽ സിപ്ലൻ്റെ വെരി ഗുഡ് നമ്പേഴ്സാണ്. 1,228 കോടി റുപ്യേൻ്റെ പ്രോഫിറ്റാണ് കൊണ്ടുവരുള്ളത്. 30% ഇൻക്രീസ്. ഡിവിഡൻഡ് ഡിക്ലെയർ ഉണ്ട്, സ്പെഷ്യൽ ഡിവിഡൻഡ്. അപ്പോൾ സിപ്ല നാളെ വാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. അതുപോലെ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ നമ്പേഴ്സ് മോശമാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 25% ട്രംപ് പറഞ്ഞല്ലോ, എല്ലാ ഫോറിനിൽ ഉണ്ടാക്കിയ എല്ലാ വെഹിക്കിളും ഏത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് 25% ടാരിഫ് ചാർജബിളാണ്. അപ്പോൾ JLR ഒക്കെ ഇതിൻ്റെ ഒരു വലിയൊരു വിക്ടിമാണ്. അതുപോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് മോശമായിരിക്കും. ടാറ്റ മോട്ടോഴ്സ് പക്ഷേ കുറയാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ ഓൾറെഡി സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറയാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സ്റ്റോക്കൊക്കെ വാച്ച് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളെ ഇപ്പോഴും ഈ വാറിൻ്റെ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. കാരണം വെച്ചാൽ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സൊക്കെ കളിക്കൂല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സെക്യൂരിറ്റി ത്രെട്ട് കാരണം. അതുപോലെ ഞാൻ വിചാരിക്കുന്നത് ഇവരിപ്പോൾ വാറെല്ലാം സീസ് ഫയറായി എന്ന് പറയുന്നു. പക്ഷേ വാട്ട് അബൌട്ട് ദ പീപ്പിൾ ഡിസ്ട്രോയ്ഡ് ദർ ഹോംസ്? ബോർഡറിലൊക്കെ താമസിക്കുന്ന വില്ലേജേഴ്സിന് എത്രയോ പശുക്കൾ എല്ലാം ചത്തുപോയി. പിന്നെ അതുപോലെ വീടുകളൊക്കെ ഈ ഷെല്ലിങ്ങിലും ഡ്രോൺ അറ്റാക്കിലൊക്കെ വീടുകളൊക്കെ തകർന്നു പോയി. ഇതൊക്കെ ഗവൺമെൻറ് എന്തെങ്കിലും കോമ്പൻസേഷൻ ഇവർ കൊടുക്കട്ടെ. കാരണം ഇവരവരെ പൊളിറ്റിക്കൽ അച്ചീവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവരിപ്പോൾ രണ്ടുപേരും പൊളിറ്റിക്കൽ പാകിസ്ഥാൻ പറഞ്ഞ് ഞങ്ങളാണ് യുദ്ധത്തിൽ ജയിച്ചത്, ഇന്ത്യ പറയുന്നത് ഞങ്ങളാണ് ജയിച്ചതെന്നും പറയുന്നത്. രണ്ടുപേരും ക്ലെയിം ചെയ്യുന്നത്, രണ്ട് ഗവൺമെൻറ്റും ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളാണ് ചെയ്തത്. പക്ഷേ വാട്ട് അബൌട്ട് ദ പുവർ പീപ്പിൾ ലിവിങ് ഇൻ ദ ബോർഡർ?
ഇവർക്ക് ഇവരുടെ വീടുകളും എല്ലാം നഷ്ടപ്പെട്ടു. സോ ഇവർക്ക് അതിന് കോമ്പൻസേഷൻ ഗവൺമെൻറ് കൊടുക്കുമെന്നുള്ള കാര്യം ഗോഡ് ഓൺലി നോസ്. പിന്നെ ഏഷ്യൻ പെയിൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഏഷ്യൻ പെയിൻറ്റ് അത് അതിൻ്റെ മാർക്കറ്റ് ഷെയർ ഏഷ്യൻ പെയിൻറ്റിൻ്റെ കുറഞ്ഞു വരിക. 59% മാർക്കറ്റ് ഷെയറിൽ ഏഷ്യൻ പെയിൻറ്റിന് ഇപ്പോൾ 52% മാർക്കറ്റ് ഷെയറായി പറയുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഈ ബിർള ഓപ്പസിൻ്റെ മാർക്കറ്റ് പെനിട്രേഷനാണ്. ഓഫ് കോഴ്സ് ബിർള ഓപ്പസ്, ബർജർ ഇതൊക്കെ മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു പുതിയ കമ്പനി വരുമ്പോൾ ഓൾറെഡി നിങ്ങൾ ആ പുതിയ കമ്പനി മാർക്കറ്റ് ലീഡർ മാർക്കറ്റ് ഷെയർ ആണ് ക്യാപ്ചർ ചെയ്യുക. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഫാക്ടറികളിൽ അതിൻ്റെ അടുത്തെല്ലാം ബിർള കൊണ്ട് അവരുടെ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. സോ ഏഷ്യൻ പെയിൻറ്റിനെ വാച്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഏഷ്യൻ പെയിൻറ്റ് അഗൈൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2300 ബിലോയിലൊക്കെ അത് ഏഷ്യൻ പെയിൻറ്റ് ഒരു ബൈ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ബിർള ഓപ്പസൊക്കെ വന്നിട്ടുള്ള മാർക്കറ്റ് ലെറ്റ് സീ. കാരണം ഏഷ്യൻ പെയിൻറ്റ് ഇന്നിലുള്ള ഒരു കമ്പനിയല്ല ഏഷ്യൻ പെയിൻറ്റ്. എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് അറിയുന്നൊരു കമ്പനി ഏഷ്യൻ പെയിൻറ്റ് നിലമാണ്. സോ ഏഷ്യൻ പെയിൻറ്റിന് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു ബൈനാണ്. കാരണം വെച്ചാൽ 200 DMA ബിലോ ആണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ പെയിൻറ്റ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ ട്രംപ് സൗദി അറേബ്യ, UAE, ഖത്തറൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. സോ ട്രംപിൻ്റെ വിസിറ്റ് ഉദ്ദേശം UAE തന്നെ 14 ബില്യൻ്റെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ട്രംപ് വിറ്റ് കഴിഞ്ഞു. വരുന്നതിനെ കാട്ടുമുണ്ടത്തിന്. സൗദി അറേബ്യ എത്ര വിറ്റതിൻ്റെ നമ്പർ അറിയില്ല. ഈ UAEക്ക് F-16 ഫ്ലൈറ്റൊക്കെ ഇത് പ്ലെയിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ വർക്കിനെ ഞങ്ങൾ കൊടുത്തത്, എന്താ പറയുക, സർവൈലൻസിന് വേണ്ടി, ഹ്യൂമാനിറ്റേറിയൻ പർപ്പസിന് വേണ്ടി ഒരു F-16 ഫ്ലൈറ്റ് വാങ്ങിച്ചത്. 14 ബില്യൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൺട്രി പോലത്തെ ഒരു 14 ബില്യൺ അവരെ പഴയ അമ്യൂണിഷൻസ് വിറ്റ് ഒഴിവാക്കാൻ വെച്ചാൽ ട്രംപ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. അത് ഒരു ബിസിനസ് ഡീൽ ചെയ്ത് കഴിഞ്ഞു. സോ ഇത്രമാത്രം അവർ അമേരിക്കനെ പ്ലീസ് ചെയ്യേണ്ടിയിട്ട് ഇത്ര ബില്യൺസിൻ്റെ ആംസ് വാങ്ങിക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ ഒരു സ്റ്റോക്ക് ഞാൻ പറയുന്നത് ടൻല പ്ലാറ്റ്ഫോം എന്നൊരു സ്റ്റോക്ക് ആളുകൾ വാച്ച് ചെയ്യും. ടൻല പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് പ്രൊവൈഡ് എനേബിളിംഗ് ബിസിനസ് ഒരു IT കമ്പനിയാണ്. 557 റുപ്യാണ് ടൻല പ്ലാറ്റ്ഫോമിൻ്റെ. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പുള്ള 7498 കോടിയാണ്. സോ ടൻല പ്ലാറ്റ്ഫോം എന്താ വെച്ചാൽ ഇപ്പോൾ 200 DMA സ്റ്റോക്ക് ഓൾമോസ്റ്റ് 50 DMA ക്രോസ് ചെയ്ത്. സോ ഈ സ്റ്റോക്ക് അപ്വേർഡ് മൂവ്മെൻറ്റ്സ് കുറേ ഉണ്ട്. കാരണം ഓൾറെഡി ഈ ടൻല പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഒരു 1000 രൂപയുടെ പോയ സ്റ്റോക്കാണ്. സോ ഓൾമോസ്റ്റ് 50% ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു സ്റ്റോക്ക്. സോ നാളെ ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ ഭാരത് ഡൈനാമിക്സ് എന്നൊരു കമ്പനി, ദീസ് ഓൾസോ നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിസൈൽസ്, വെപ്പൺസൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോൾ എല്ലാ വെപ്പൺസ് ഉണ്ടാക്കുന്ന കമ്പനിയും മിസൈൽ ഉണ്ടാക്കുന്ന കമ്പനിയൊക്കെ സ്റ്റോക്ക് വളരെ മൂവ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ചൈനയിലൊരു എന്താ പറയുക, പാകിസ്ഥാനെ സപ്ലൈ ചെയ്ത ആ കമ്പനി ഒരു കമ്പനി അവരുടെ സ്റ്റോക്കും വളരെ കൂടിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭാരത് ഡൈനാമിക്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് 1795 ആണ് അതിൻ്റെ 52 വീക്ക് ആയി. ഓൾമോസ്റ്റ് ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഭാരത് ഡൈനാമിക്സിന് മെനി മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇൻഫി ഈസ് ഓൾസോ ബൈ തന്നെയാണ്. എൻ്റെ അപ്പുറത്ത് പറഞ്ഞ ഇൻഫി ഒരു 1500 ബിലോയിൽ കിട്ടിയാൽ ഇൻഫി ഈസ് ഓൾവേസ് എ ഗുഡ് ബൈ. യൂണിലിവറിൻ്റെ സ്റ്റോക്ക് വാച്ച് ചെയ്യുക. യൂണിലിവർ 2360. യൂണിലിവർ അഗെയിൻ ഈസ് 200 DMA ബിലോ ട്രേഡ് ചെയ്ത യൂണിലിവർ. സോ ഇതൊക്കെ നമുക്ക് ഒരു എപ്പോഴും ലോങ് ടേം യൂണിലിവറൊക്കെ നിങ്ങൾക്ക് ലോങ് ടേമിലായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ വെതർ സ്റ്റോക്സ് ആണ്. അതുപോലെ വേറെ സ്റ്റോക്ക് അങ്ങനെ ശക്തി പമ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ശക്തി പമ്പ് ഒരു മോട്ടോർസ് ഇതൊക്കെ സബ്മേഴ്സിബിൾ പമ്പ്സ്, ഇറിഗേഷനുള്ള പമ്പ്സ് ഉണ്ടാക്കുന്ന കമ്പനി. അത് 842 ഇപ്പോൾ പ്രൈസ് ഉള്ളത്. സോ 842 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 200 DMA അടുക്ക് എത്തിക്കഴിഞ്ഞത്. അതിൻ്റെ ഹയസ്റ്റ് പോയത് തന്നെ 1398 ആണ്. സ്റ്റോക്ക് പിയിലുള്ള 24x സ്റ്റോക്ക് പി ട്രേഡ് ചെയ്തത്. ദാറ്റ് ഈസ് അതർ സ്റ്റോക്സ്. പിന്നെ ഒരു ചെറിയ സ്റ്റോക്സ് ഞാൻ പറയുന്നത് അജന്ത സോയ എന്ന് പറഞ്ഞ 43 rupees. ദാറ്റ് ഇസ് വാൾ ലെസ് ദൻ എ കോഫി പ്രൈസ്. 43 രൂപയ്ക്ക് ഒരു കമ്പനി വാങ്ങാൻ പറ്റുന്നുണ്ട്. നല്ല ആൾ. ഇത് വനസ്പതി റിഫൈൻഡ് ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ സ്റ്റോക്ക് പി വരുന്ന 14x ആണ്. So Ajanta Soya watch. So these are the stocks I want to discuss today. So this is not a financial advice. Please consult with your financial advisor before buying or selling in any stock. Thank you very much for viewing my channel. I have a humble request for you to subscribe my channel and support my channel.